ഇവിടെ ഈ ലേഡി ഒരു പാർട്ടിയിൽ പങ്കെടുക്കവേ തന്റെ മേക്കപ്പ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആക്ച്വലി അവൾ ഒരു സീക്രട്ട് ക്യാമറ യൂസ് ചെയ്ത് ഒരു പണക്കാരനെ ഫോട്ടോ എടുക്കുകയാണ്. അതിനുശേഷം ആ ഫോട്ടോസ് ടീമേറ്റ്സിന് അയച്ചു കൊടുത്തതും അവർ ആ പണക്കാരന്റെ ഫേസ് പോലെ ഒരു മാസ്ക് ഉണ്ടാക്കുന്നു. പക്ഷെ അയാളുടെ കയ്യിലുള്ള ബ്രീഫ് കേസ് കൈക്കലാക്കുന്നതിന് ഫേസ് മാത്രം പോരാ. ആ ടീമിന്റെ ലീഡറായ ഈതൻ വേഗം തന്നെ മാസ്കും വോയിസ് ക്ലോണറും വെച്ച് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. അതേസമയം പാർട്ടിയിലുണ്ടായിരുന്ന ലേഡി വീഴാൻ പോകുന്നത് പോലെ ആക്ട് ചെയ്ത് ആ പണക്കാരന്റെ ദേഹത്ത് വൈനൊഴിക്കുന്നു. ഉടനെ ആ പണക്കാരൻ ബോഡി ഗാർഡിനെ പുറത്തു നിർത്തി റെസ്റ്റ് റൂമിനകത്തേക്ക് പോയി അത് ക്ലീൻ ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ വെന്റിലൂടെ അകത്ത് വന്ന ഈതൻ ആ പണക്കാരന്റെ പുറകിൽ പോയി നിൽക്കുന്നു. അതിനുശേഷം അയാളെ അടിച്ചിട്ട് ഒരു കാർഡ് കാണിച്ച് അതിലുള്ളത് വായിക്കാൻ പറയുന്നു. അയാൾ വേറെ വഴിയില്ലാതെ അത് വായിക്കാൻ തുടങ്ങുന്നു. നോക്കുമ്പോൾ അയാൾ അത് വായിക്കാൻ തുടങ്ങിയതും ഈതന്റെ ടീമേറ്റ് അയാളുടെ വോയിസ് ക്ലോൺ ചെയ്യാൻ തുടങ്ങുന്നു. അതേസമയം ആ പണക്കാരൻ ഒത്തിരി നേരമായിട്ടും പുറത്തു വരാത്തത് കൊണ്ട് അയാളുടെ ബോഡി ഗാർഡ് അയാളെ അന്വേഷിച്ച് ടോയ്ലറ്റിനടുത്തേക്ക് വരുന്നു. ഉടനെ പാർട്ടിയിലുണ്ടായിരുന്ന ഇവൾ അത് ഈതനെ ഇൻഫോം ചെയ്യുന്നു. ഭാഗ്യത്തിന് ഈതൻ അതിനുള്ളിൽ തന്നെ വോയിസ് സാമ്പിൾസ് കളക്ട് ചെയ്ത് അയാളെ ബോധം കെടുത്തുന്നു. പക്ഷെ ആ വോയിസ് കംപ്ലീറ്റ് ആയി ക്ലോൺ ആവാൻ കുറച്ച് സമയമെടുക്കും. അതേസമയം വെന്റിൽ നിന്ന് ഈതന്റെ മറ്റൊരു ടീമേറ്റ് വന്ന് രണ്ടുപേരും ചേർന്ന് ആ പണക്കാരനെ ഡോറിന്റെ പുറകിൽ ഒളിപ്പിക്കുന്നു. അതിനുശേഷം ഈതൻ തന്റെ ഷർട്ടിൽ റെഡ് കളർ അടിച്ച് അത് ക്ലീൻ ചെയ്യുന്നത് പോലെ ആക്ട് ചെയ്യുന്നു. അപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ ബോഡി ഗാർഡ് അകത്തേക്ക് വരുന്നു. ബോഡി ഗാർഡ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈതൻ ചുമയ്ക്കുന്നത് പോലെ ആക്ട് ചെയ്യുന്നു. സംശയം തോന്നിയ ബോഡി ഗാർഡ് അകത്തേക്ക് വന്നതും ഈതൻ അയാളെ പുറത്തേക്ക് പോകാൻ കൈ കാണിക്കുന്നു. പിടിക്കപ്പെടാൻ പോകുന്ന ലാസ്റ്റ് സെക്കൻഡിൽ ഈതന്റെ ടീമേറ്റ് ആ വോയിസ് ക്ലോൺ ചെയ്ത് കഴിയുന്നു. ഉടനെ ഈതൻ ആ പണക്കാരന്റെ ശബ്ദത്തിൽ ബോഡി ഗാർഡിനോട് പുറത്തു പോകാൻ പറയുമ്പോൾ അയാൾ പോകുന്നു. പക്ഷെ ആ ബോഡി ഗാർഡിനെ പൂർണ്ണമായി ഒഴിവാക്കാൻ അവർക്കൊരു പ്ലാൻ കൂടി വേണം. അപ്പോൾ ഈതൻ പുറത്തേക്ക് വന്നതും പാർട്ടിയിലുണ്ടായിരുന്ന ടീമേറ്റ് ആയ ലേഡി അവനെ വശീകരിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ട് പ്രൈവറ്റ് ഡേറ്റിംഗിന് പോകുന്നതായി കാണിച്ച് അവർ ഗാർഡ്സിനെ ഒഴിവാക്കി ആ ബ്രീഫ് കേസും കൊണ്ട് അവിടെ നിന്ന് പോകുന്നു.